നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലഹരി മാഫിയ കുട്ടികളെ പിടിമുറുക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകളും വിൽപ്പനയും നടക്കുന്നത്. ലഹരി വിൽപ്പന നടത്തിയാൽ, ഇടപാടും നടത്തിയാൽ അതിന് പ്രതിഫലമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഉപയോഗിക്കാനുള്ള ലഹരി വസ്തുക്കളാണ്. ആലപ്പുഴയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. സ്പോട്ട് ലൈവ് ഈ വാർത്ത വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനു മുൻപ് മലപ്പുറം പാണ്ടിക്കാട് നിന്ന് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് കാറിലെത്തിയ സംഘം പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പോലീസിന്റെ ഇടപെടലിലൂടെ ഇയാളെ മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൾഫിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവരെന്നാണ് പാണ്ടിക്കാട്ടെ പ്രവാസി വ്യവസായി ഷമീർ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. ഗൾഫിൽ കോടതി വിധിയെ തുടർന്ന് ഇന്ത്യൻ രൂപ 2 കോടിയോളം ലഭിക്കാനുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കേസിൽ ഉൾപ്പെട്ട ഹംഷീർ 3 വർഷം മുൻപ്, ഏകദേശം 3 വർഷത്തോളം തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഏകദേശം 3 വർഷം മുൻപ് ഇയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. അയാൾക്ക് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ട്. ഗൾഫിൽ തനിക്ക് പണം നൽകാനുള്ളവർ ഹംഷീറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. തട്ടിക്കൊണ്ടുപോയവർ മർദ്ദിച്ചതായും പോലീസിന്റെ അവസരോചിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായതെന്നും ഷമീർ പറഞ്ഞു. നോർമലി നമ്മൾ അങ്ങാടി പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ആ റോഡ് എം ടി ആയിരുന്നു. പെട്ടെന്ന് ഇന്നോവ വന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് പെട്ടെന്ന് എനിക്കൊണ്ട് 1.5 മിനിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരുപാട് ശബ്ദം വെക്കുന്നുണ്ട് ആൾക്കാരെ അറിയാനും ആൾക്കാർ വരാൻ വേണ്ടി. പക്ഷേ ഒരു 1.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് പിന്നെ ജസ്റ്റ് അവർ വണ്ടി റൂട്ടിനെടുത്തിട്ട് മഞ്ചേരി വഴിയാണ്, മഞ്ചേരി കൊട്ടക്കൽ ആ വഴിയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചാവക്കാട് അന്ന് രാത്രി ചാവക്കാട് എത്തിയിട്ട് അവർ വണ്ടി ചേഞ്ച് ചെയ്ത് എന്നിട്ട് അന്ന് ബീച്ചിന് പിറ്റേന്ന് പുലർച്ചെ എൻ്റെ അവിടെ നിന്ന് നേരെ കൊല്ലം അഞ്ചൽ ആ സൈഡിലോട്ടാണ് പോയത്. മർദ്ദന അടിച്ചിട്ടുണ്ട്. ഇല്ലല്ല, ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ല, കാരണം അവർക്ക് ഒരു 1-2 കാര്യങ്ങൾ, ആ ഒരു ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണം എന്നായിരുന്നു. പിന്നെ ദുബായിലുള്ള ആ കേസ് വിഡ്രോ ചെയ്യണം. ദുബായിൽ അവർക്ക് എമൗണ്ട് ഉണ്ടായിരുന്നു. സംഘത്തിൽ വേറെ ആരെയും ഞാൻ അറിയില്ല. ഹംഷീറിന് അവിടെ നമ്മളൊരു 2022 അവിടുന്ന് കുറച്ചൊരു മിസ്ബിഹേവിയറിൻ്റെ ജസ്റ്റ് പുറത്ത് ടെർമിനേറ്റ് ചെയ്ത സ്റ്റാഫാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് മെയിലിൽ ഇപ്പോൾ കാണിച്ചിരുന്നത്. സംഭവത്തിൽ അതിൻ്റെ ആ റീസണും കാര്യങ്ങളൊക്കെ ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് ആവശ്യമുള്ള സമയത്ത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ നാടകീയമായ സംഭവമായിരുന്നു. അതായത് പാണ്ടിക്കാട് സ്വദേശി പ്രവാസി വ്യവസായിയായിട്ടുള്ള ഷമീറിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ഈ സംഘത്തിന് പിന്നാലെയായിരുന്നു. ഷമീറിനെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. ഷമീർ തന്നെ ന്യൂസ് 18നോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്, ആരാണ് എന്ന്. എന്താണ് അനുമോദുമായി സംസാരിച്ചപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഷമീർ വ്യക്തമാക്കിയത്? ടോം, ഷമീർ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഇദ്ദേഹത്തിന് ഗൾഫിൽ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണുള്ളത്. അവിടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവുകയും ഇദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് 2 കോടിയോളം രൂപ, ഇന്ത്യൻ മണി 2 കോടിയോളം രൂപ ഈ പാർട്ട്നേഴ്സിന് തിരിച്ചു കിട്ടാനുമുണ്ട്. ആ പണം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് അവരിൽ ഒരാളിപ്പോൾ ട്രാവൽ ബാൻ കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പണം ഇവർ നൽകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്യുന്ന ഹംഷീർ എന്ന ചാവക്കാട് സ്വദേശിയെ 3 വർഷം മുമ്പ് 2022 ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൊഴിലിടത്തിലെ മോശം പെരുമാറ്റത്തെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. ഈ 2 കാര്യങ്ങൾ, അതായത് ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ വൈരാഗ്യം ഷമീറിനുണ്ടായിരുന്നു. ഷമീർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ പണം നൽകാനുള്ളവർ ഷമീറുമായിട്ട് കൈകോർക്കുകയും അവരങ്ങനെ ഹംഷീറുമായി കൈകോർക്കുകയും അവർ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഒരു പണം ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഈ
2 കോടി നൽകാതിരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു എന്നാണ് ഷമീർ പറയുന്നത്. തന്നെ വണ്ടിയിൽ കയറ്റി ഉടനെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഈ 2 കോടി രൂപ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. അതായത് 2 കോടി തനിക്ക് കിട്ടാനുള്ള പണം ഷമീർ എഴുതി തള്ളണം, അല്ലെങ്കിൽ ആ പണം വേണ്ട എന്ന തരത്തിലേക്ക് നിലപാടെടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതേ ചൊല്ലിയാണ് തട്ടിക്കൊണ്ടുപോയത്. വണ്ടിയിൽ വെച്ച് ആദ്യം പാണ്ടിക്കാട് നിന്ന് നേരെ വണ്ടൂരിലേക്ക് പോവുകയും തുടർന്ന് മഞ്ചേരി കോട്ടയ്ക്കൽ വഴി ചാവക്കാട് എത്തുകയും ചാവക്കാട് നിന്ന് കൊല്ലത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് ഷമീർ പറയുന്നത്. വാഹനത്തിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ കാര്യമായ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല, മർദ്ദനമേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തട്ടിക്കൊണ്ടുപോയ ഭക്ഷണം ഒക്കെ തന്നിരുന്നെങ്കിലും മർദ്ദനം ഉണ്ടായതായിട്ട് ഷമീർ പറഞ്ഞു. പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടലാണ് ഈ കേസിൽ നിർണായകമായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷമീറിൻ്റെ മൊബൈൽ അത് ഇൻ്റർനാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രതികളിൽ ആരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. തുടർന്ന് ഷമീറിൻ്റെ ഫോൺ പിറ്റേ ദിവസം രാവിലെ ഓൺ ആയപ്പോഴാണ് പോലീസിന് ഈ പ്രതികളുടെ ലൊക്കേഷനെക്കുറിച്ച് ഏകദേശം സൂചന കിട്ടുന്നതും തുടർന്ന് വാഹനം വാടകയ്ക്ക് നൽകിയവരുടെ വിശദാംശങ്ങൾ ലഭിച്ച് അവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരിൽ നിന്ന് ഈ പ്രതികളിലേക്ക് എത്തുകയാണ് ചെയ്തത്. വളരെ സമർത്ഥമായിട്ട് മണിക്കൂറുകൾ കൊണ്ടാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങാനും ഇന്നലെ കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന അതിർത്തിയിൽ വെച്ചാണ് ഷമീറുമായി ഇവർ സഞ്ചരിക്കുന്ന വാഹനം പോലീസ് തടഞ്ഞിട്ട് പിടിച്ചത്. ആ സമയത്ത് ഇവരെ പിടികൂടിയില്ലെങ്കിൽ ഈ സംഘം ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയും സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാണെങ്കിലും പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ അവസരോചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ഷമീറിൽ നിന്നും ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രതികൾ 6 പേർ, ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ DYSP ഓഫീസിന് മുമ്പിലാണ്. പ്രതികൾ 6 പേർ ഇവിടെയാണുള്ളത്. ഇവർ അല്പസമയത്തിനും കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്തിനു തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. അതിന് കൃത്യമായ അറിയേണ്ടത് ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 6 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതാരാണ്? ഇതൊരു കൊട്ടേഷൻ ഇടപാടായിരുന്നോ? അതോടൊപ്പം അറിയേണ്ടത് അവിടെ വെച്ച്, അതായത് ഈ ഷമീറിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു ഈ പ്രതികളുടെ നീക്കം? തമിഴ്നാട്ടിലേക്ക്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇയാളെ കടത്തിക്കൊണ്ടു പോവുക, അതിനുശേഷം ഈ പണം നൽകിയില്ലെങ്കിൽ അപായപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് നൽകുന്ന വിവരം? പ്രതികളെ സംബന്ധിച്ച് ഇതിൻ്റെ മുഖ്യ ആസൂത്രകരായിട്ടുള്ളവർ വിദേശത്താണ് എന്നാണ് ഷമീർ പറയുന്നത്. കാരണം ഹംഷീർ മാത്രമാണ് ഈ കേസിൽ ഇതിൽ നേരിട്ട് ഷമീറിന് പരിചയമുള്ള ഒരാളുള്ളത്. ഹംഷീറിനെ ചിലർ വിദേശത്ത് നിന്ന് വിളിച്ചതായിട്ടും ഷമീറിന് വിവരമുണ്ട്. അപ്പോൾ വിദേശത്തുള്ളവ, അതായത് ഷമീറിന് വിദേശത്തു നിന്നും പണം കൊടുക്കാനുള്ളവരാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ ഇടപാടുകൾ നടത്തുകയും ചെയ്തത്. അതിൽ ഹംഷീർ ഉൾപ്പെട്ടത് ഹംഷീറിന് ഷമീറിന് വിരോധമുള്ളത് കൊണ്ടും ഹംഷീറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ളതുകൊണ്ടും ചാവക്കാട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്യാങ് ഹംഷീറിൻ്റെ പരിചയത്തിലുള്ളതുകൊണ്ടും അങ്ങനെ ഹംഷീർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ ഹംഷീറിന് വ്യക്തിവൈരാഗ്യമുണ്ട്, അതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടത്തിൻ്റെ സാധ്യതകളുമുണ്ട്. 1,60,00,000 ബ്ലാങ്ക് ചെക്ക് എഴുതി നൽകാനായിരുന്നു ആദ്യം ഷമീറിൻ്റെ കുടുംബത്തിന്, ഷമീറിൻ്റെ ബിസിനസ് പങ്കാളിക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. അതായത് ഈ പണം ലഭിച്ചാൽ 2 കോടി രൂപ ഷമീറിന് അവിടെ നിന്ന് ലഭിക്കാനുള്ള പണം ഷമീർ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സാമ്പത്തിക നേട്ടം, ഒപ്പം തന്നെ ഷമീറിൽ നിന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് ഇതുവരേക്കുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പ്രതികൾക്ക് പിന്നാലെ പോലീസ് ഉണ്ട് എന്ന് അറിഞ്ഞ സമയം മുതൽ ഇവർ പാനിക്കായിരുന്നു എന്ന് ഷമീർ പറയുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഈ ഗൾഫിലുള്ള ഈ ആസൂത്രണം നടത്തിയ ആളുകളിലേക്ക്, ഈ ഷമീറിന് പണം നൽകാനുള്ള ആളുകളിലേക്ക് ഇനി അന്വേഷണം നീളേണ്ടതുണ്ട്. അവരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമോ? നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഈ സമയത്ത് കടന്നു കയറാനാകില്ല. ഇപ്പോൾ 6 പേർ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. ഇവരിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് അവസാനമായിരിക്കും കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ തന്നെ ഇവർക്ക് കാർ വാടകയ്ക്ക് കൊടുത്ത 2 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഷമീറിൻ്റെ മൊഴിയും അതുപോലെ പ്രതികളുടെ ഭാഗത്തുനിന്നുള്ള മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ വിദേശത്തുള്ളവരെ അതിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ്
അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ദുരൂഹത ഉണ്ടായിരുന്നൊരു ദുരൂഹത ഇതോടെ തന്നെ അവസാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പോലീസിന് സമയബന്ധിതമായിട്ട് കൃത്യസമയത്ത് ഇടപെട്ട് ഷമീറിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പോലീസിൻ്റെ അന്വേഷണ മികവിനെ ഒരു വലിയ ഉദാഹരണമായിട്ട് കാണിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും പ്രതികളെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ ഇറക്കുമെന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ 6 പേർ ഇപ്പോൾ പെരിന്തൽമണ്ണ DYSP ഓഫീസിലാണ് ഉള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി ഷമീറിനെ ഒരു സംഘം കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ ഇയാളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. പ്രതികളെ ഈ സംഘത്തിലുണ്ടായിരുന്ന 6 പേർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ പേർക്ക് ഈ കേസുമായി ബന്ധമുണ്ട്. അതൊരു കൊട്ടേഷൻ ഇടപാടാണ് എന്ന് സംശയമുണ്ട്. കാരണം വിദേശത്തുള്ള ഒരു സംഘം ആളുകളുമായി ഷമീർ ചില സാമ്പത്തിക ഇടപാട് തർക്കമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലെന്ന് പറയുന്നു. ഇയാളുടെ മുൻ ജീവനക്കാരൻ ഹംഷീർ ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ആലപ്പുഴയിൽ ലഹരി വിൽക്കുന്നത് സ്കൂൾ കുട്ടികൾ. പോലീസിൻ്റെ പിടിയിലായ 17കാരനാണ് ന്യൂസ് 18നോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ശനിയാഴ്ച ദിവസം മാത്രം തൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ്. പാക്കറ്റ് ഒന്നിന് 500 രൂപയ്ക്കാണ് വിൽപ്പനയെന്നും കഞ്ചാവ് വിറ്റാൽ പകരം ലഭിക്കുക ഉപയോഗിക്കാനുള്ള കഞ്ചാവ് മാത്രമാണെന്നും 17കാരൻ ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലീസ് ആരംഭിച്ചതോടുകൂടി തെരച്ചിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, ഒപ്പം പലയിടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നാണ് തുറന്നു പറയാൻ പോകുന്നത്. പഠിക്കുകയാണല്ലേ? എങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഈ ഒരു ലഹരി ഉപയോഗം, കഞ്ചാവ് ഉപയോഗത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ലഹരി മാഫിയ കുട്ടികളെ വലയിലാക്കുന്നത്? ഒരു വിദ്യാർത്ഥി നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്ര നാളായി ലഹരി ഉപയോഗം? 1 വർഷമായിട്ടുണ്ട് അല്ലെ? സ്കൂൾസ് തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. 10th കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാ ഇവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? അതായത് വഴിയിൽ വെച്ച് കണ്ടപ്പോ എങ്ങനെയാണ് അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? വലിക്കാൻ വേണ്ടി തന്നു. വിളിക്കാൻ തുടങ്ങി. എന്താ വിളിക്കുമ്പോ എന്താ പറയുന്നത്? അതായത് കൂട്ടുകാർക്ക് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട് അയാൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നു? ആദ്യം താങ്കളെ കണ്ടു, താങ്കൾക്ക് ഇത് തന്നു, സൗഹൃദത്തിന്റെ പുറത്ത് തന്നു അല്ലെ? ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അല്ലെ? അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്, കൂട്ടുകാരെ കൂടി കണക്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ടായിരുന്നു? അവരൊക്കെ വിദ്യാർത്ഥികളാണ്. പിന്നീട് എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഇത് എത്തി തുടങ്ങിയത്? വേറെ കുറെ ആളുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാല് എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ കൊടുക്കുകയാണ്, പകരം ലഹരി മാത്രമാണ് തരുന്നത്. ഇങ്ങനെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു? എന്താ പറയുന്നത്?
അറിയാമെന്ന് ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ ക്ലയന്റിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആണ് ആ സമയത്ത് ആണോ കുട്ടി ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വേണമെന്ന് അന്വേഷണം നടത്തുന്നത്? ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെയുള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു ലഹരി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇത് വിൽപ്പന നടത്തുന്നത്? പാക്കറ്റിന് വിൽപ്പന നടത്തുന്നത്. ഏകദേശം ഇപ്പൊ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം 100 കണക്കിന് വിദ്യാർത്ഥികൾ 100-ന് മേലുണ്ടെന്നാണ് പറയുന്നത്. തന്റെ മകനെ ഏജന്റായി ഉപയോഗിക്കുന്നുവെന്ന് അമ്മയും സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥിയുടെ ലഹരി വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ച് പരാതി നൽകിയതും ഈ അമ്മയാണ്. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിന് കൈമാറി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം വിവരം നൽകിയ ഒരു രക്ഷകർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടങ്ങിയതോടുകൂടിയാണ് മക്കളെ അടക്കം കുട്ടിയെ രക്ഷിക്കാൻ ഈ അമ്മ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ആ അമ്മ നമ്മളോട് തുറന്നു പറയാനായി തയ്യാറായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഈ നേരിലേക്ക് കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർക്ക് അരേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അവരാണ് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളായിരുന്നു. സ്കൂൾ കുട്ടികൾ രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഈ പരിസരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇവിടെ കൂടുതലും പേർക്ക് ഉണ്ട്. അവർ ഏത് വിധേനയാണെങ്കിലും അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് മകനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയത്. ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്ന്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു ഇവരോടും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ചെറുക്കൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഒരു ദിവസം അവന്റെ കൂടെ ബൈക്കിന് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് രക്ഷകർത്താക്കളും ഇപ്പൊ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചെന്നിട്ടുണ്ട്. അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഭീഷണിയായി മാറുന്നുണ്ടല്ലേ? ഇപ്പോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇവനും ഭീഷണി വരുന്നുണ്ട്. ഇവനെ ആക്രമിക്കുമെന്നും കുത്തുമെന്നും പേര് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനും ഭീഷണിയുണ്ട്. അച്ഛനില്ലാതെ 2 കുട്ടികളെ വളർത്തിയ അമ്മയാണല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു വീടിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഇവര് ചൂഷണം ചെയ്യാറ്. ആരും ഇല്ലല്ല ചോദിക്കാനും പറയാനും. ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 10 വർഷമാണ്. ശരിക്കും വീടിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തകർത്തു. ശരിക്കും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു ഇച്ചിരി ഇതായിട്ട് വരുന്നത്. കൂട്ടുകെട്ട് ഒക്കെ മോശമായിരുന്നു. ഇപ്പം ഏകദേശം അവനത് മനസ്സിലായി. പഠനത്തെയൊക്കെ പഠിച്ചു തുടങ്ങി. കുഴപ്പമില്ല. ഇപ്പൊ ശാന്തമായിട്ട് തന്നെയാണ് പോകുന്നത്. വീട്ടിലുണ്ടാവും, പുറത്തേക്കൊന്നും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ ഒരു 17-കാരൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ശരണ്യ, ഇവിടെ ഈ അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയത് 7-ാം വയസ്സിൽ, അതായത് ഈ 17-കാരന്
7 വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛനെ നഷ്ടമായതാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി അച്ഛനില്ലാതെ തനിച്ച് മക്കളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരമ്മയുടെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ഒരു വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ഒരുപക്ഷെ കേരളത്തിലെ പല വീടുകളിലും നിരവധി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഇന്ന് കണ്ണീര് കുടിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും ലഹരിക്കടിമകളായ കുട്ടികൾ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി മാഫിയ ഈ രീതിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയിൽ മാത്രം ഒരു വിദ്യാർത്ഥി മാത്രം 100-ലേറെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ലഹരി നൽകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ആ കണക്കുകൾ. എന്താണ് ഈ വിദ്യാർത്ഥിയും അമ്മയും ശരണ്യനോട് പങ്കുവെച്ച അനുഭവങ്ങൾ? ഇതൊരു ഈ 17 ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ മാത്രം അനുഭവമാകില്ലല്ലോ. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എങ്ങനെയാണ് ഈ കേസുമായി, ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തുടർ നീക്കങ്ങൾ? നല്ല രീതിയിലുള്ള പരിശോധന ആലപ്പുഴയിലെ ഡാൻസ് ഓഫ് ടീമും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അത് വളരെ കൃത്യമായി സ്കൂൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത് എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു ഇൻഫർമേഷൻ ടോം കിട്ടുന്നു. അതായത് വടക്കൻ മേഖലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് രക്ഷകർത്താക്കളെ കൂട്ടത്തോടെ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെയാണ് നമ്മൾ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു സാഹചര്യം കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് വല്ലാത്തൊരവസ്ഥയായി പോയി. എന്ന് വെച്ചാൽ ഒരുപാട് പേരൻസ് വന്നിട്ട് അവിടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുവാണ്. അതായത് ഈ കുട്ടി, രക്ഷകർത്താക്കള് ലഹരി ഉപയോഗം മക്കൾക്കുണ്ട് എന്ന് പോലീസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കുട്ടികളോട് സ്ഥിരീകരിച്ചതിന് ശേഷം രക്ഷകർത്താക്കളെ വിളിപ്പിച്ചതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണ സംഘം, ഡാൻസ് ഓഫ് ടീം ആണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും ഇവര് ഈ രക്ഷകർത്താക്കളോട് മക്കൾക്ക് ലഹരി ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കാരണവശാലും അതിനോട് അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ തങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളൊരു നിലപാടെടുത്താണ് അവർ നിന്നിരുന്നത്. പക്ഷേ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒപ്പം പോലീസും കൂടി ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, കുട്ടികൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ബോധരഹിതരായി വീണ രക്ഷകർത്താക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മമാരുൾപ്പെടെ ഉള്ളവർ വളരെ സങ്കടത്തോടു കൂടി ഈ ഒരു സംഭവം അറിഞ്ഞ് അതിന് മുന്നിലേക്ക് വീണു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്രയധികം കുട്ടികളിലേക്ക് ഈ ഒരു ലഹരി പോകുന്നത് എന്നുള്ള ഒരു മഞ്ഞുമലയുടെ അറ്റത്തേക്ക് മാത്രമേ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. അവൻ പറയുന്നു അവൻ്റെ കീഴിൽ തന്നെ ആദ്യം വാങ്ങാൻ വന്ന ആളുകളുണ്ട്, വാങ്ങി ക്യാരിയേഴ്സ് ആയവരുണ്ട്. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ കൈകാര്യം ചെയ്ത് ലഹരി മാഫിയ അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞ സർക്കാരിന്റെ കീഴിൽ വളരെയധികം ലഹരി വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ ലഹരി വേട്ട നടക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ക്യാരിയേഴ്സ് ആയിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ ലഹരി മാഫിയ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളെ, നമ്മുടെ സ്കൂൾ കുട്ടികളായിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത്. അങ്ങനെ ഗതികെട്ട സാഹചര്യത്തിലാണ് ഒരമ്മയ്ക്ക്, നമ്മളോട് കണ്ട അമ്മ നമ്മുടെ മുന്നിൽ നിന്ന് കരയുമായിരുന്നു. ആ അമ്മ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ മകൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു, അത് മാത്രമല്ല അവനെ തേടി നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നു എന്നുള്ള നിർണായകമായ വിവരം പോലീസ് സ്റ്റേഷനിൽ അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വലിയ വലയിലേക്ക്, ഇതൊരു മഞ്ഞുമല മാത്രമാണ് ടോമെ, വലിയ സർക്കിൾ, വലിയ നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം കുട്ടികളെ പിടിച്ചാൽ ഇവർക്ക് ഒരു ജുവനൈലാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളോട് വിശദാംശങ്ങൾ തേടുക, കൗൺസിലിംഗ് നൽകുക, കുട്ടികളെ ഉപദേശിച്ച് തിരിച്ചുവിടുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് സംവിധാനത്തിന് അത് എത്രമാത്രം വിജയകരമായി നടത്താൻ കഴിയും? പോലീസ് ഒരു ദിവസം കൗൺസിൽ ചെയ്തതുകൊണ്ട് ഇത് മാറുമോ? ഈ കുട്ടികളുടെ ഒരു അഡിക്ഷൻ മാറുമോ? അതൊന്നും സംഭവിക്കാതെ ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ലഹരി വിറ്റ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരം. അതിലേക്ക് പോകാതെ ഇത് ഒരു കാരണവശാലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 പേര് പിടിക്കപ്പെടുന്നു. ഈ 2 പേർ പിടിക്കപ്പെടുന്നത് തന്നെ ഇവർ നൽകിയ, വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ നൽകിയ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ 2 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി, ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഒരു നീക്കത്തിന് വേണ്ടിയുള്ള പരിശോധനയിലേക്ക് കടക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ഡെപ്ത് അതിഭീകരമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട അമ്മ നമ്മളോട് പറഞ്ഞത് 2 മക്കളെ അവർ തീർച്ചയായും അത് തന്നെയാണ് ശരണ്യ തുടരുക. ശരണ്യ സൂചിപ്പിച്ചതുപോലെ നിരവധി വിദ്യാർത്ഥികൾ
ഈ ലഹരി മാഫിയയുടെ ലഹരി വലയുടെ കെണിയിലുണ്ട്. ഈ ലഹരി വലയിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ ഘട്ടം ഘട്ടമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് പോലീസ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന വ്യാപകമാണെന്ന ന്യൂസ് 18 വാർത്ത ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷനും പട്ടണക്കാട് SI കെ സൈജുവും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡി-ഹണ്ട് എന്ന പ്രോഗ്രാമോടുകൂടി ഒത്തിരിയധികം കേസുകൾ നമ്മൾ ജില്ലയിൽ ഉടനെടുപ്പിച്ചിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് അവിടുന്ന് കൊണ്ടുവരുന്നതെല്ലാം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം. അത് നമ്മൾ ട്രെയിനകത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പം ഈ ഡി-ഹണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസ് വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം പട്ടണക്കാട് പിടിച്ച ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി അന്വേഷിച്ചതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരികയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ശക്തമായ നടപടിയിലോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ നിലവിൽ ഈ കുട്ടികൾക്ക് ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ ദിനംപ്രതി ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. സ്കൂൾ പരിസരങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കുട്ടികളെ തന്നെ ക്യാരിയേഴ്സാക്കി സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവന്മാർ നമ്മൾ പിടിച്ചിരിക്കുന്ന 2 പേര് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവും കൂടാതെ തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഉണ്ടായിരിക്കില്ല. ഈ കുട്ടികളെ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയും മറ്റു കുട്ടികളെ കൂടി ഇതിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അവന്മാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും. അതിനൊരു സംശയവുമില്ല. അത് കൂടാതെ തന്നെ കുട്ടികൾ ഈ രീതിയിൽ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കൗൺസിലിങ്ങും അവരുടെ മാതാപിതാക്കളോട് കൃത്യമായിട്ടൊരു അവയർനെസ് ക്ലാസ്സും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ കൈപ്പിടിയിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യാനുള്ള നടപടികളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ശരണ്യ സ്നേഹജനിലേക്ക് വീണ്ടും. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പല മാതാപിതാക്കളും നമ്മളൊക്കെ കരുതുന്നത് നമ്മുടെ മക്കൾ അങ്ങനെ വഴിതെറ്റി പോകില്ല, ലഹരി ഉപയോഗിക്കില്ല, മറ്റ് മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോകില്ല എന്നൊരു തെറ്റായ ധാരണ അല്ലെങ്കിൽ മക്കളിൽ അത്രയധികം വിശ്വാസമുണ്ട് മാതാപിതാക്കൾക്കുണ്ട്. പക്ഷേ ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും, സ്വാഭാവികമായും കൗമാരപ്രായമാണ്, അവർ ലഹരിയിലേക്കും മറ്റ് പല കെണികളിലേക്കും പോകാനുള്ള അതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ അമ്മയുടെ ഒരു ജാഗ്രത, മകൻ കൈവിട്ടു പോകുന്നു, മകൻ വീട്ടിൽ അക്രമാസക്തനാകുന്നു, അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അമ്മ ഇത് പോലീസിനെ വിവരം അറിയിക്കുന്നത്, ഈ സംഭവം പുറത്തു വന്നത്. എത്ര നാളായി ഈ വിദ്യാർത്ഥി 17കാരൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി വിൽക്കുന്നുണ്ട്? ഇവൻ്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അമ്മ കണ്ടു തുടങ്ങിയത്, തിരിച്ചറിഞ്ഞത്? ടോമ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളതാണ് ആ കുട്ടി നമ്മളോട് പറഞ്ഞത്. ആദ്യം എറണാകുളം കേന്ദ്രീകരിച്ച സുഹൃത്തുക്കളുടെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൽ ഈ പ്രാദേശികമായി, അതായത് ഈ കുട്ടികളെ ഇതിനകത്തേക്ക് ക്യാച്ച് ചെയ്യുന്ന നമ്മുടെ മക്കൾ ഇതിനകത്തേക്ക് ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ചുറ്റുപാട് അങ്ങനെയല്ല എന്ന് കരുതുമ്പോഴും വളരെയധികം കണ്ണികൾ അവരെ ലക്ഷ്യം വെച്ച്, നമ്മളിപ്പോൾ കണ്ട കുട്ടിയുടെ ഒരു പശ്ചാത്തലമാണെങ്കിൽ പോലും അമ്മ രാവിലെ ജോലിക്ക് പോകുന്നു, മക്കൾ 2 പേരും പഠിച്ച് തിരിച്ചു വരുന്നു, അപ്പോൾ അച്ഛനില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ കഴുകൻ കണ്ണോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടികളുടെ ഒരു സാഹചര്യം അധികം നമുക്ക് പരിശോധിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇതിനെല്ലാം കൂടി കൈകാര്യം ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നമ്മൾ കണ്ട കുട്ടി തന്നെ അഡിക്ഷനിലേക്ക് പോയ കുട്ടിയാണ് എന്നുള്ളതാണ്. അതിന് ആത്മാർത്ഥമായിട്ട് അവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ അമ്മയുടെ ധീരമായ നിലപാടിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം ആ അമ്മ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് നിരവധി കുട്ടികൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, ക്യാരിയേഴ്സ് ആകുന്നു. ഒപ്പം തന്നെ ഇതിലെ പ്രധാന കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോഴും അമ്മ നമ്മളോട് പറയുന്നു, കുട്ടിയെയും അമ്മയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
വിളിക്കുകയാണ്. അതായത് അകത്ത് പോയ 2 പേരുടെ അനുയായികളായ ആളുകൾ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മകൻ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത. പക്ഷേ നമ്മൾക്ക് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പോലീസ് സേനയിലെ തന്നെ ഉദ്യോഗസ്ഥരെ കൂടി സഹായത്തോടു കൂടിയാണ്. ഡാൻസഫിലെ ടീം അംഗങ്ങളൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായി ഈ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കാരണം രക്ഷകർത്താക്കളുടെയും പോലീസിന് ഓൾറെഡി ഇത് അറിയാം, പക്ഷേ നമ്മൾ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് കാരണം ഇത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പോലീസിന്റെ കൂടെ പിന്തുണയോടെയാണ് നമ്മൾ ആ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിൽ പലതും ഒറ്റപ്പെട്ട വീടുകളും ഒക്കെയാണ്. അപ്പൊ ആ സ്ഥലത്ത് ഇവരുടെ ഒരു വിങ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ നമ്മളോട് പറയുന്നത്, കുട്ടി തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്, ആദ്യം കണ്ടു, വഴിയിൽ വെച്ച് സൗഹൃദം നടിച്ചു, അതിനുശേഷം ഫോൺ നമ്പർ മേടിച്ചു, ഫോണിലേക്ക് വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോയി, പിന്നീട് ഇത് നൽകി എന്നുള്ളതാണ്. അതിങ്ങനെ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു. കുട്ടിക്ക് ഒരു അഡിക്ഷൻ എന്നുള്ള ഫീലിലേക്ക് അത് വന്നു തുടങ്ങിയപ്പോൾ ഇനി നിനക്കിത് തരണമെങ്കിൽ നീ അത് വിറ്റിട്ട് നിനക്കിത് സാധനം തരൂ എന്നുള്ളൊരു നിലപാടിലേക്ക് ഇത് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ട്രാക്ക് ചെയ്ത് ഈ കുട്ടിയെ കൂടി വേറെ കുട്ടികളിലേക്ക് ഉപയോഗിക്കുന്ന കുട്ടികൾ നിരന്തരമായി ഉപയോഗിക്കുകയും, നമുക്കറിയാം 500 രൂപ ഒരു സ്കൂൾ കുട്ടിക്ക് എത്ര പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയും പൈസ കണ്ടുപിടിച്ച് ഈ 500 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 100-ലധികം വിദ്യാർത്ഥികൾ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നൊക്കെ എത്തുമെന്നുള്ളതാണ് ആ കുട്ടി നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. അമ്മ തന്നെ പറയുന്നുണ്ട്, കുട്ടികൾ വന്ന് വീടിന്റെ വാതിക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും എന്നുള്ളതാണ്. വരുമ്പോൾ ഫോൺ ചെയ്യും, സാധനം കൊണ്ടുവച്ചിട്ട് ഇവര് വെച്ച സ്ഥലത്ത് വെച്ചിട്ട് ഇവര് പോകത്തുള്ളൂ. അതായത് ഇവർ ഡയറക്റ്റ് പിടിക്കപ്പെടുന്ന ഒരു സ്ഥലത്തും അവര് ഈ ലഹരി മാഫിയ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവർ കൊണ്ടുവച്ചിട്ടോ എടുക്കുന്നത് ഈ കുട്ടിയാണ്, വിൽക്കുന്നത് ഈ കുട്ടിയാണ്, അതിന്റെ റിസ്ക് മുഴുവൻ അവനാണ് എന്നുള്ളതാണ്. പകരം കൊടുക്കുന്നത് 500 രൂപയുടെ വലിക്കാനുള്ള കഞ്ചാവാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രതിഫലങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ വൻ ലാഭം ഇവർക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ റിസ്ക് ഇല്ല, കുട്ടികളെ പരിശോധിക്കത്തില്ല. കുട്ടികളാവുമ്പോൾ ഇത് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കപ്പെടാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഈ സാധനം മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലാർജ് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ മുതിർന്ന ആളുകൾക്ക് വിൽക്കുമ്പോൾ ഉള്ള റിസ്ക് ഇവർക്ക് ഇല്ല. അവരുടെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു നിൽക്കുകയാണ്. അത് കൊടുത്ത് ആദ്യം ഒരു കുട്ടി ട്രാപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് അടുത്ത ചെയിനിലേക്ക് പോകുന്നു, കുറേ കുട്ടികളെ ഇങ്ങനെ ക്യാരിയേഴ്സ് ആക്കുന്നു. ആ ക്യാരിയേഴ്സ് ആയിട്ട് പിന്നീട് കൂടുതൽ സ്കൂൾ കുട്ടികളിലേക്ക് പോകുന്നു. പൈസ ഉള്ള കുട്ടികൾ ഇത് തുടർച്ചയായിട്ട് വാങ്ങുന്നു. മറ്റു കുട്ടികൾ ഇത് പൈസ ഇല്ലാതെ വരുമ്പോൾ, ഇത് കിട്ടാതെ വരുന്ന സാഹചര്യം ആകുമ്പോൾ പിന്നെ അവർ പോകുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ക്യാരിയേഴ്സ് ആയിട്ട്, ഇതിന്റെ ജോലിക്കാരായി ഇവർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡീഹണ്ട് വന്നതിന് ശേഷം ഇപ്പം നമുക്കറിയാം, കഞ്ചാവോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ പിടിച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കഞ്ചാവൊക്കെ ആണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വലിയ നിയമ നടപടികൾ, റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകത്തുള്ളൂ. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ കുട്ടികളാവുമ്പോൾ, കുട്ടികളെ പിടിക്കപ്പെട്ട അവർ പിടിച്ചു, ആര് തന്നോ എന്നുള്ള വിശദാംശങ്ങളിലേക്ക് അപ്പുറത്തേക്ക് കുട്ടികളെ ഉപദേശിച്ചു വിടുവാണ്. അതായത് ഇവർക്ക് ജുവനൈൽ കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണ്, അവരെ അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിന്റെ നേതൃത്വത്തിൽ 1-2 കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് രക്ഷകർത്താക്കളെ വിവരം അറിയിച്ചൊക്കെ ഇത് വിടുവാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്, കുട്ടികൾക്ക് ഇത് കൊടുത്തു എന്നുള്ളൊരു ധാരണ വന്നാൽ, ഒരു ഇൻഫർമേഷൻ ആരാണ് കൊടുത്തതെന്ന് കിട്ടിയാൽ ഉറപ്പായും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇവരിലേക്ക് എടുക്കും. JJ ആക്ട് ഉൾപ്പെടെ ഇട്ട് ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് കൊണ്ടുവരുന്നത് ഒരു വലിയ റാക്കറ്റാണ്. ആ റാക്കറ്റ് ജില്ലയിലെ വടക്കൻ മേഖലയിലെ സ്കൂളുകളിൽ മാത്രമല്ല, കേരളം ഒട്ടുക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രോപ്പർ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. തുടർച്ചയായുള്ള കൗൺസിലിങ്ങും ഈ കുട്ടികളുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനവും സ്കൂളുകൾ ഉൾപ്പെടെ ഇല്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തത്തിലേക്കാവും പോവുക കേട്ടോ. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിലുമുള്ളത്, പല കുടുംബങ്ങളിലുമുള്ളത്. ഇവിടെ ഈ അമ്മയുടെ, ആലപ്പുഴ സ്വദേശിയായ ഈ 17-കാരൻ്റെ അമ്മയുടെ ധീരമായ ഇടപെടലാണ് ഈ ലഹരി മാഫിയയെ പുറത്തു കൊണ്ടുവരാൻ കാരണമായതെങ്കിൽ, പക്ഷേ അതിൽ ഇനി എങ്ങനെയാണ് പോലീസ് ഇടപെടേണ്ടത് അതേക്കുറിച്ച്, കാരണം പോലീസും നമ്മുടെ ഭരണകൂടവുമാണ് ഈ വിദ്യാർത്ഥികളെ ലഹരിയുടെ കെണിയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഇടപെടേണ്ടത്. കാരണം ഇത് ആലപ്പുഴയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലും സമാനമായ രീതിയിൽ വീട്ടിലെ അക്രമാസക്തനായ, അതായത് ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ മകനെ പോലീസിനെ വിളിച്ച് മകൻ്റെ ഈ ലഹരി ഇടപാടിനെ കുറിച്ച് പോലീസിനെ അറിയിച്ച മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മറ്റൊരു അമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളന്ന് പുറത്തുവിട്ടതാണ്. ഇതുപോലെ ഈ മക്കൾ ലഹരിക്കടിമകളാകുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് പലപ്പോഴും മാതാപിതാക്കളാണ്, കുടുംബാംഗങ്ങളാണ്. ലഹരിക്കടിമകളായ കുട്ടികളുടെ
കൊലക്കത്തിക്ക് ഇരകളാകേണ്ടി വരുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള വാർത്തകളും പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം. നിരവധി വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായി ജീവിതം അവസാനിപ്പിച്ചതും കേരളം പലതവണ കേട്ടതാണ്. എന്നിട്ടും ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയുമായിട്ടില്ല. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്കൂളുകളിലെ ലഹരി ഉപയോഗം, കുട്ടികളിലെ ലഹരി ഉപയോഗം, ഇതൊക്കെ പലപ്പോഴും നമ്മൾ വാർത്ത ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസുകാരുടെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കൾ പോലും ലഹരിയിലേക്ക് പോകുന്നു എന്നത് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇതിനെതിരെ ഈ കുട്ടികളെ ലഹരിയുടെ കെണിയിൽ നിന്നും മോചിപ്പിക്കാൻ എന്ത് ഇടപെടലാണ് നമ്മുടെ ഭരണകൂടം, ഇവിടുത്തെ പോലീസും എക്സൈസും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡ്രൈവുകൾ പല തവണയായി ഇങ്ങനെ വാർത്തകൾ വരുന്ന സമയങ്ങളിൽ എക്സൈസും പോലീസും ഒക്കെ ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വെല്ലുവിളിയായി മാറുന്നത് പലപ്പോഴും ഈ ലഹരി സംഘങ്ങളെ കണ്ടെത്തുകയും അത് കൃത്യമായി അവരുടെ വേരിറക്കുകയും ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്ന പരിമിതപ്പെടുന്ന സാഹചര്യമായി മാറുമ്പോഴാണ് പലപ്പോഴും അവരെ കൃത്യമായി കണ്ടെത്താനും കണ്ടെത്തിയാൽ തന്നെ ആ നടപടികൾ പൂർണ്ണമായി ഉറപ്പുവരുത്താനുമൊക്കെ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്കാണ്, അല്ലെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ പോയി വീടുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ രഹസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് സ്കൂൾ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ട്യൂഷൻ സെന്ററുകളിലോ മറ്റേതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ വെച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അത് പ്രകടമാകേണ്ടത്, അതായത് അത് ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകേണ്ടത് പിന്നീട് അവർ എത്തുന്ന അന്ത്യമുറങ്ങുന്ന വീടുകളിൽ തന്നെയാണ്. അപ്പോൾ അവരെ കൃത്യമായി ഈ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ക്ഷോഭിക്കുക, അല്ലെങ്കിൽ തനിച്ച് മുറിയിലോ അല്ലെങ്കിൽ ശുചിമുറികളിലോ ഒക്കെ തനിച്ച് അധിക സമയം ഇരിക്കുക, ഇങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ കണ്ടാൽ അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് പോലീസിനെയോ സ്കൂൾ അധികൃതരെയോ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കേണ്ട കാര്യമല്ല. അത് രക്ഷിതാക്കളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ രക്ഷിതാക്കൾ അത് തിരിച്ചറിയുകയും കൃത്യസമയത്ത് സ്കൂൾ അധികൃതരെയോ അല്ലെങ്കിൽ പോലീസിനെയോ അത് അറിയിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവത്തിലേക്ക് ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞാലും അതിൽ നടപടിയെടുക്കാൻ കാലതാമസം നേരിടുന്നതും പിന്നീട് അത് വലിയൊരു വിപത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതായത് പലപ്പോഴും നല്ല വലിയ കുടുംബങ്ങളിൽപ്പെട്ട ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ മക്കളടക്കം ഇത്തരം മാഫിയയുടെ കെണിയിൽപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും അതൊരു നാണക്കേടാകുമെന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ആരും തയ്യാറാകാതിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്റെ കുടുംബത്തിൽ സംഭവിച്ച ഈ ദുരനുഭവം മറ്റ് കുടുംബങ്ങളിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നൊരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉണരുന്ന ഒരു ചിന്ത അത് രക്ഷിതാക്കളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന സമയത്ത് മാത്രമേ ഇതിനെതിരായ പോരാട്ടം അത് 100% ക്രിയാത്മകമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്കും കഴിയുകയുള്ളൂ. കാരണം സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ, ഉദാഹരണത്തിന് ഇന്നൊരു അവധി ദിവസമാണ്, ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ കാണും. പക്ഷേ അവരിലേക്ക് എല്ലാം എത്താൻ സ്കൂൾ അധികൃതർക്ക് കഴിയില്ല. കാരണം ഇന്ന് പ്രവൃത്തി ദിവസം അല്ല, അത് തന്നെയാണ് കാരണം. പക്ഷേ ഇവർ കൃത്യമായി വീടുകളിലേക്കാണ് മടങ്ങിയെത്തുന്നത്. വീടുകളിൽ മാതാപിതാക്കൾ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ടാൽ അത് കൃത്യമായി നിരീക്ഷിച്ച് പോലീസിനെയും സ്കൂൾ അധികാരികളെയും അറിയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്താതെ പൂർണ്ണമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് എക്സൈസിനെയും പോലീസിനെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരടക്കം പലപ്പോഴും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളോടും പങ്കുവെക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രക്ഷകർത്താക്കളും സമൂഹവും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ചും ലഹരി മാഫിയ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ മാതാപിതാക്കളുടെ അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ രാത്രി സമയങ്ങളിൽ പുറത്തു പോകുന്നുണ്ടോ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പുറത്തു പോകുന്നുണ്ടോ, അവരുടെ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ കൃത്യമായി അവരെ നിരീക്ഷിക്കുക. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പോലീസിനെ അറിയിക്കുക. ഒരു കാരണവശാൽ നിങ്ങളുടെ മക്കൾ ഈ കേസിൽ പെടും എന്ന ഭീതി അല്ലെങ്കിൽ അപമാന ഓർത്തൊക്കെ ആകാം പലരും ഇത് മറച്ചു വയ്ക്കുന്നതെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന അവർ ലഹരിക്ക് അടിമകളായി കഴിഞ്ഞാൽ
നിങ്ങളുടെ വീട്ടിൽ പോലും ഭീകരമായ അന്തരീക്ഷമുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് തന്നെ വീട്ടിൽ സ്വൈര ജീവിതം തകരുന്ന, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ ഇടപെടൽ അനിവാര്യമാണ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയാഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഈ വിജയാഘോഷം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. വിദ്യാർത്ഥികൾക്കും ഒരു പോലീസുകാരനും ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ഫലപ്രഖ്യാപനം വന്ന് SFI വിജയിച്ചതോടെ പ്രചരണ വാഹനം KSU പ്രവർത്തകർക്കിടയിലേക്ക് കൊണ്ടുപോയെന്നാരോപിച്ചാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കല്ലേറിലാണ് പോലീസുകാരനായ അനിൽ, വിദ്യാർത്ഥികളായ സജീർ, സ്വരൂപ്, അഞ്ജിത്ത് എന്നിവർക്ക് പരിക്കേറ്റത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ ക്യാമ്പസ് കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇതൊരു സ്കൂൾ തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. പുറമേ നിന്നുള്ള ആളുകൾ, അതായത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ പുറമേ നിന്ന് എത്തിയതാണോ ഈ സംഘർഷത്തിന് കാരണമായത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണ ഒരു സംഭവം തന്നെയാണ് ബാലരാമപുരത്ത് അരങ്ങേറിയത്. ഈ സൂചിപ്പിച്ചതുപോലെ ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു, സ്കൂൾ തിരഞ്ഞെടുപ്പായിരുന്നു ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയത്. സൂചിപ്പിച്ചതുപോലെ പോലീസുകാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന സ്കൂളിന് മുന്നിൽ ഇരു വിഭാഗങ്ങളും KSU SFI വിഭാഗങ്ങൾ തമ്മിൽ ആയിരുന്നു ഉണ്ടായ ഒരു സംഘർഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്കും ഈ പരിക്കിലേക്ക് കലാശിച്ചത്. ഇവർ ഇരു വിഭാഗങ്ങളും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് 2 സ്ഥലങ്ങളിൽ നിൽക്കുകയായിരുന്നു. അതേസമയം SFI പ്രവർത്തകർ ഒരു പ്രചരണ വാഹനം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഫലപ്രഖ്യാപനത്തിൽ SFI പ്രവർത്തകർ വിജയിച്ചതോടെ ഈ വാഹനം KSU പ്രവർത്തകർ എന്ന ഭാഗത്തേക്കിലൂടെ സഞ്ചരിക്കുന്നതിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് സ്ഥലത്ത് വിന്യസിക്കുകയായിരുന്നു. എന്നാൽ ഇതൊരു കല്ലേറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ അനിൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തിക്കും തിരക്കിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. അതേസമയം കല്ലേറിലാണ് ഈ പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. സജീർ, സ്വരൂപ്, അഞ്ജിത്ത് എന്ന് പറയുന്ന 3 വിദ്യാർത്ഥികൾക്കായിരുന്നു ഈ കല്ലേറിൽ പരിക്കേറ്റതെന്നാണ് അറിയുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ കലാലയങ്ങൾ നടക്കുന്ന ഒരു ആക്രമണങ്ങൾ ഉണ്ടാവും. പക്ഷെ അസാധാരണമാണ് ഈ സ്കൂൾ പശ്ചാത്തലം. കാരണം സ്കൂളിലൊക്കെ ധാരാളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അധ്യാപകർ നിയന്ത്രണം എടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൈവിട്ടുകൊണ്ട് പുറത്തു നിന്നുള്ള മുതിർന്ന പ്രവർത്തകരുടെ ഇവരൊക്കെ പിന്തുണയായി എത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക്, കയ്യാങ്കളിലേക്ക് എത്തുന്നതെന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് സാക്ഷിയായ ശുചീകരണ തൊഴിലാളി മലയാളി പെൺകുട്ടികൾ ഉൾപ്പെടെ താൻ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ദേശീയ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ മുൻ ശുചീകരണ തൊഴിലാളി ആവർത്തിച്ചു. ದೇಶಕ್ಕೆ ಎತ್ತರದಿಂದ ಹೋಗಿ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಬಿದ್ದೋಗ್ತದೆ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಮಣ್ಣು ತೆಗೆಯೋದು ಬಾಕಿ ಆಗಿತ್ತು. ಅದು ಗ್ಯಾಸ್ನನ್ನು ಎಲ್ಲ ತೆಗೆಸಿ ಸುತ್ತವಾಗಿ ತೆಗೆಸಿದ್ರೆ ಅದು ಸಿಕ್ಕಿತ್ತು. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಹಾಕಿದುಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದುಂಟು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ, ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ, ಆ ಹುಡುಗಿ ಶವವನ್ನು ಹುಡುಕಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟಕ್ಕೆ ಹೋಗಿ ധർമ്മസ്ഥലയിൽ ഇന്ന് പരിശോധനയില്ല. സർപ്രൈസ് സ്പോട്ടുകൾ ഉൾപ്പെടെ 17 ഇടത്താണ് ഇതുവരെയും മണ്ണ് കുഴിച്ച് പരിശോധന നടത്തിയത്. സാക്ഷി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലെത്തിച്ചുള്ള തെളിവെടുപ്പും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചെന്ന്
നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇക്കാര്യം മുൻ ശുചീകരണ തൊഴിലാളി സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, ഈ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇന്ന് പരിശോധനയില്ല, ഇനി അടുത്ത നീക്കങ്ങൾ, അതായത് ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലെ പരിശോധന എന്ന് തുടങ്ങും എന്നാണ് SIT നൽകുന്ന വിവരം. ടോമെ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദ ന്യൂസ് മിനിറ്റ് എന്ന ഒരു യൂട്യൂബ് ചാനലിന് ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലൊരു അഭിമുഖം നൽകിയിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടിയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മലയാളിയായ ഒരു പെൺകുട്ടിയെ താൻ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ്. അത് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുന്നു. അവിടെ പരിശോധന നടത്തി, ആ സ്ഥലം ഇയാൾക്ക് കൃത്യമായി അറിയാം. ആ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ അവിടെ വലിയ തോതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ആ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ബാഹുബലി ഹിൽസ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം ക്ഷേത്ര നഗരിയിൽ ഉണ്ടായിരുന്ന ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ ലോഡ്ജുകളിലൊക്കെ താമസിക്കുന്നവരെ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേത്ര ദർശനത്തെ ഒക്കെ വന്ന ആളുകളെ ആയിരിക്കും ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കുഴിച്ചിടുന്നത്. പ്രത്യേകിച്ച് അത് ഈ ക്ഷേത്ര ഭൂമിയിലകത്തായതുകൊണ്ട്. ആ സ്ഥലത്ത് 20ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഞാൻ ഇത്തരത്തിൽ എടുത്തു തരും. കാരണം താനിപ്പോഴും മാനസിക വിഷമത്തിലാണ്, വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ഉള്ളത്. ഇത്തരം മൃതദേഹങ്ങളെല്ലാം പുറത്തെത്തിച്ച് ഇവർക്ക് ഓരോ വിഭാഗത്തിനും അന്തിമ കർമ്മം ചെയ്യാൻ, ആചാരപ്രകാരം തന്നെ ചെയ്യാനുള്ള അവസരം ഒരുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുമെന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞോ അതെല്ലാം അതിൽ ഇയാൾ ആവർത്തിക്കുന്നുണ്ട്. അതായത് കല്ലേരി പെട്രോൾ പമ്പിന് സമീപം 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്തു എന്ന് പറയുന്നു. അവിടെ പരിശോധന നടത്തി, അവിടെ വലിയ തോതിൽ മരങ്ങൾ വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 10-20 വർഷത്തെ ഒരു കാര്യമാണ്, അതിന് മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ മനസ്സിലാകാത്ത രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഭൂപ്രകൃതി ആകെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്നാനഘട്ട എന്ന് പറയുന്ന 13ാം പോയിന്റ്, അതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ 13ാം പോയിന്റിൽ 70 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ നിന്നും കാര്യമായ ഒന്നും തന്നെ ലഭിച്ചില്ല. കാരണം 20 അടിയോളം മുകളിൽ മണ്ണ് അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിന് താഴ്ച കറുത്ത മണ്ണായിരുന്നു ആ സമയത്ത്. മാത്രമല്ല, താൻ അവിടെ കുഴിച്ചിട്ടത് കണ്ടെന്ന് ദൃക്സാക്ഷികളുണ്ട്. ആ ദൃക്സാക്ഷികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഈ കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ഈ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം ഒരു വീട്ടിൽ പോയി വെള്ളം കുടിച്ചു, തൂമ്പ കഴുകിയെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ സാക്ഷിയെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. താൻ അതെല്ലാം പുറത്തു കൊണ്ടുവരും. താൻ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്നു, അല്ലാതെ ശ്മശാനത്തിൽ ഇത്തരത്തിലെ ജീവനക്കാരായിരുന്നില്ല എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം അവിടെയുള്ള പഞ്ചായത്തിന്റെ അധികാരികൾ ഇത്തരത്തിൽ ശ്മശാനത്തിലുള്ള ഈ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന ഒരു അവകാശവാദമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം കൃത്യമായി നിഷേധിക്കുന്നുണ്ട്. താൻ ഈ ക്ഷേത്രത്തിന്റെ ഒരു ജീവനക്കാരനായിരുന്നു എന്നാണ്. ഇതിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ലോഡ്ജുകളിൽ നിന്ന് താമസിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്, ബലാത്സംഗം ചെയ്തും മറ്റും കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ തനിക്ക് ലഭിച്ചെന്നാണ് പറയുന്നത്. ഈ റൂം ബോയ്സ് ആണ് പ്രധാനമായും ഇങ്ങനെ ഏൽപ്പിച്ചത്. അതുകൂടാതെ മാനേജർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, അവരെല്ലാം പേരറിയാം. പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, അത് കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഈ ലോഡ്ജിൽ താമസിക്കാനെത്തുന്ന ഇതുപോലുള്ള കുടുംബങ്ങളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും തന്നെ ഇത്തരത്തിൽ നിയോഗിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ജീപ്പിലും മറ്റും വാഹനങ്ങളിലും കൊണ്ടുപോയി വനമേഖലകളിലും. ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലധികമാണെന്ന് പറയുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ളവർ, ഒരുപക്ഷെ പ്രതിപട്ടികയിൽ വരാൻ പോകുന്നവരുടെ കണക്കെടുത്താൽ അതിലും അധികമാകില്ല. കാരണം ഇവിടെ നിരവധി പേർ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചു നൽകിയ ഹോട്ടൽ ഉടമകൾ, ജീവനക്കാരുണ്ട്. നിലവിൽ പോലീസ് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആരിലേക്കെങ്കിലും പോലീസിന്റെ അന്വേഷണം, SITയുടെ അന്വേഷണം എത്തിയിട്ടുണ്ടോ? ടോമെ, ആ കാര്യത്തിൽ SIT വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സർപ്രൈസ് സ്പോട്ടിൽ പരിശോധന നടത്തി. അതായത് ഈ ഒരു ഉന്നത വ്യക്തിയുടെ സ്ഥലത്ത്. അതിന് തൊട്ടു പിന്നാലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ഒരു റിസപ്ഷൻ കേന്ദ്രം അവിടെ ഉണ്ട്. അതിനും ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ശുചീകരണ തൊഴിലാളി പണ്ട് ഇടപഴകിയ ആ പ്രദേശത്തെത്തി തെളിവെടുപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നാണ് ഒരു ചോദ്യം വരുന്നത്. ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലേതെങ്കിലും
ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ആളുകൾ SITയുടെ കസ്റ്റഡിയിലുണ്ടോ, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും SITയുടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തെളിവുകൾ ലഭിച്ചില്ല, മൃതദേഹാവശങ്ങൾ ലഭിച്ചില്ല എന്ന വാർത്തകൾ വരുമ്പോഴും എന്തിനാണ് SIT ഇത്രയും ഊർജിതമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ SITക്ക് വളരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു തുടങ്ങി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരും. എന്തായാലും ഇതെല്ലാം SITയുടെ ഭാഗത്ത് സ്ഥിരീകരണം വരേണ്ടതാണ്. പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം എന്നാണ് DGP ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്. ഒരു പക്ഷേ നാളെ നിയമസഭയിൽ സിദ്ധരാമയ്യ അതല്ലെങ്കിൽ G. പരമേശ്വരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകുമെന്ന ഒരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളത്തെ നിയമസഭാ സമ്മേളനം വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി, ആ പ്രാഥമിക ഘട്ടത്തിലുള്ള പുരോഗതി ഒരു പക്ഷേ നാളെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് DK ശിവകുമാറാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയത്. നാളെ ഈ സിദ്ധരാമയ്യ ഈ നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഒരു വിവരം നൽകുമെന്ന്. പക്ഷെ അപ്പോഴും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കുന്നില്ല. എത്ര മൃതദേഹാവശങ്ങൾ ലഭിച്ചു, അത്തരം കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളിയുടെ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, 6ാമത്തെ പോയിന്റിൽ താൻ കുഴിച്ചിട്ട ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 11A എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നും 4ഓളം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ നൽകിയ റിപ്പോർട്ടാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഈ അഭിമുഖമുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൃത്യമായ അതേ കാര്യങ്ങളാണ് ഇതിൽ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ അഭിമുഖത്തിന് തയ്യാറായത് തന്നെ താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്, വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുകൾ വരുന്നു, മൃതദേഹാവശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അതിനൊരു വിശദീകരണം എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ഇദ്ദേഹം തയ്യാറായെന്ന് വേണം പറയാൻ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, SITയുടെ നീക്കങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോഷൂട്ടിൽ കേസെടുത്ത് RPF. 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് റെയിൽവേ ആക്ട് പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു റീൽസ് ചിത്രീകരണം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ സാഹസികമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സാഹസികമായിട്ടുള്ള ഈ ഫോട്ടോഷൂട്ടുകൾ, റീൽസ് ചിത്രീകരണം, ഇത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്താറുണ്ട്. ട്രെയിനുകളിൽ അതുപോലെ റെയിൽവേ ട്രാക്കുകളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നിത്യേന നമ്മൾ കാണാറുള്ളതാണ്. എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ RPF ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? ടോം, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ റെയിൽവേ പാത, അതായത് ഓരോ മണിക്കൂർ 3-4 ട്രെയിൻ വെച്ചൊക്കെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രെയിൻ കടന്നു പോകുന്ന ഒരു റെയിൽ പാതയാണ്. അവിടെ CH പാലത്തിൻ്റെ താഴ്ഭാഗത്തായി വരുന്ന ഇടം, അവിടെയാണ് ഈ റെയിൽവേ ട്രാക്കിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനായി ഈ നഗരത്തിലെ ഏവിയേഷൻ വിദ്യാർത്ഥികളായ ആളുകൾ എത്തിയത്. അവർ കുറച്ചു നേരം അവിടെ ഈ ഫോട്ടോഷൂട്ടുമായി നിൽക്കുന്നുണ്ടായിരുന്നു, റീൽസ് ചിത്രീകരണം അടക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഇടങ്ങളിലെ കച്ചവടക്കാരടക്കമുള്ള ആളുകൾ ഈ കുട്ടികളെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നോക്കി. അവിടെ നിന്നും ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുന്ന, അല്ലെങ്കിൽ ട്രാക്കിനുള്ളിൽ കയറി ഫോട്ടോഷൂട്ട് നടത്തുന്നത് വലിയ അപകടമാണ്. പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ഇത്തരം അപകടത്തിന്റെ വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലെ ആ റീൽസ് ചിത്രീകരണത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഇതുപോലുള്ള സാഹസികമായ രീതിയിലുള്ള പല ഇടപെടലുകളും, പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും റീൽസ് ചിത്രീകരണവും ഒക്കെ നടത്തുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അനീഷ്, ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇവർക്കെതിരെ, ഈ വിദ്യാർത്ഥികളാണ്, ഇവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അടുത്ത നീക്കം എന്തായിരിക്കും? അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് RPF ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അവർ തന്നെ ചിത്രീകരിച്ച ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു ശിക്ഷാർഹമായ പ്രശ്നമാണ് എന്ന് അറിയില്ലായിരുന്നു. എന്തായാലും RPF ഉദ്യോഗസ്ഥർ തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. തങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭാവിയിൽ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് നൽകിയത്. റെയിൽവേ ട്രാക്കിലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോഷൂട്ടിലാണ് RPF 8 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.